സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ നമസ്കാരം. സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയാണ്. പലയിടങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. പല വഴികളിലും വെള്ളക്കെട്ടാണ്. കടൽ തീരങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. എന്താണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലും മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിശദമായി നോക്കാം. ന്യൂസ് അപ്ഡേറ്റ്സിൽ ആദ്യം തലക്കെട്ട് വരും. സംസ്ഥാനത്ത് കാലവർഷം അതിരൂക്ഷം. കോഴിക്കോട് വെള്ളത്തിൽ കാൽ വഴുതി വീണ യുവാവ് മരിച്ചു. നിരവധി വീടുകൾക്ക് കേടുപാട്. ദുരിതത്തിലാക്കി പലയിടത്തും വെള്ളക്കെട്ട്. തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. എറണാകുളത്തും തൃശൂരിലും മലപ്പുറത്തും സ്ഥിതി അതിരൂക്ഷം. വൈപ്പിന് ഇടപെടക്കേണ്ട നാളെ ഹർത്താൽ. മഴ മുന്നറിയിപ്പ് തുടരുന്നു. നാളെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. DPI കേസിൽ ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാർ. ഉപക്ഷേപം വരുന്നതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയുടെ സസ്പെൻഷൻ ഉത്തരവ്. സഭയിലെത്താതെ മുഖ്യമന്ത്രിയും സ്പീക്കറും ഉദ്യോഗസ്ഥരെ സംശയനിഴലിലാക്കി MP രാജേഷിന്റെ മറുപടി. ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ദയനീയമായ വിവാദത്തിനിടയിലും ശിക്ഷാ ഇളവിന്റെ നീക്കം തുടർന്നുവെന്ന VD സതീശൻ. കളിയിക്കാവള കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. ലക്ഷ്യം ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന പണം തൊട്ടൽ. ആസൂത്രണം ചെയ്തത് അമ്പിളിയും സുനിലും ചേർന്ന്. കൊല്ലാൻ ഉപയോഗിച്ച കത്തി തോട്ടിൽ നിന്നും കണ്ടെത്തി. പാർലമെന്റിൽ അടിയന്തരാവസ്ഥ പരാമർശിച്ച് രാഷ്ട്രപതിയും. ഭരണഘടനയ്ക്കെതിരായ ഏറ്റവും വലിയ ആക്രമണമെന്ന സംയുക്ത സമ്മേളനത്തിൽ ദ്രൗപദി മുർമു. संविधान पर सीधे हमले का सबसे बड़ा और काला अक्षर था. पूरे देश में हाहाकार मच गया था. लेकिन ऐसी असंवैधानिक ताकतों पर देश ने विजय प्राप्त करके दिखाया, क्योंकि भारत के मूल में गणतंत्र की परंपराएं रही है. പരീക്ഷാ വിവാദം നാളെ പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. പാർലമെന്റിൽ സ്ഥാപിച്ച ചെങ്കോൾ നീക്കം ചെയ്യണമെന്ന് സമാജ്വാദി പാർട്ടി. സഭാ തർക്കത്തിലെ കോടതി വിമർശനങ്ങൾക്ക് പിന്നാലെ സർക്കാർ നടപടിക്ക്. കോടതി ഉത്തരവ് ഉടൻ നടപ്പാക്കുമെന്ന് സത്യവാങ്മൂലം. അടുത്ത ദിവസം തന്നെ പള്ളികൾ ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ടൂറിസ്റ്റ് ബസ് നികുതി വർധനയിൽ തമിഴ്നാടിന് മന്ത്രി ഗണേഷ് കുമാറിന്റെ മുന്നറിയിപ്പ്. ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ അങ്ങോട്ടും ദ്രോഹിക്കും. ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെ ഉപദ്രവിക്കും. അതിലൊരു സംശയം വേണ്ട. KSRTC വണ്ടി പിടിച്ചിട്ടാൽ അവരെ തമിഴ്നാട് വണ്ടി പിടിച്ചെടുക്കും. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെയൊന്നും നമ്മളടുത്ത് കളിക്കേണ്ട. നമ്മളൊരു അയൽ സംസ്ഥാനമായിട്ട് സ്നേഹത്തിൽ പോവുകയാണ്. നമ്മളോടൊന്ന് ആലോചിക്കാണ് ടാക്സ് വയ്ക്കും. നമ്മളൊന്ന് കൂടിയാലോചന ഞങ്ങളിങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്നും ചോദിച്ചില്ല. കേരളത്തിൽ നിന്ന് കയറുന്നവർക്കെല്ലാം ഒരു സീറ്റ് 4000 രൂപ വെച്ച് കാണിച്ചു കൊടുക്കും. ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി KSRTC ഡ്രൈവർ യദു. കുടുംബം ആത്മഹത്യയുടെ വക്കില്ലെന്ന് യദു കൃഷ്ണൻ. T20 ലോകകപ്പിലെ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി പോരാട്ടം മഴയെ തുടർന്ന് വൈകുന്നു. അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. സംസ്ഥാനത്ത് പെരുമഴ തുടരുകയാണ്. സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടർന്നു. കാലവർഷം അതിരൂക്ഷമാണ്. കോഴിക്കോട് വെള്ളത്തിൽ കാൽ വഴുതി വീണ യുവാവ് മരിച്ചു. ഒളവണ്ണ സ്വദേശി രതീഷാണ് മരിച്ചത്. മരങ്ങൾ കടപുഴകി വീണു. നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചപ്പോൾ വ്യാപകമായി കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു. വെള്ളക്കെട്ടും കടലാക്രമണവും പലയിടത്തും ശക്തമാണ്. കണ്ണൂർ ചൊക്ലിയിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു. കാറുകൾ പൂർണ്ണമായും തകർന്നു. മൺസൂൺ ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്ത് മഴ ദുരിതവും കൂടുകയാണ്. കോഴിക്കോട് വെള്ളത്തിൽ കാൽ വഴുതി വീണാണ് ഒളവണ്ണ സ്വദേശി രതീഷ് മരിച്ചത്.
കനത്ത മഴയിൽ പന്തളത്ത് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. പന്തളം കടക്കാട് പള്ളിക്കിഴക്കേതിൽ ഐഷ ബീവിയുടെ വീടാണ് ഇടിഞ്ഞു വീണത്. പ്രായമായ ഐഷ ബീവി, ബഷീർ റാവുത്തർ എന്നിവർ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. തിരുവനന്തപുരം കോട്ടൂരിൽ 2 വീടുകൾ തകർന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കോട്ടൂർ കടമൻകുന്ന് ജലാലുദ്ദീന്റെയും മുബീനയുടെയും വീടുകളാണ് തകർന്നത്. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണത്തിൽ വീട് തകർന്നു. പുത്തൻതോട് ബെഞ്ചമിന്റെ വീടാണ് തകർന്നത്. വീട്ടിനുള്ളിൽ തിരകയറി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു. കോട്ടയം തിരുവാതുക്കൽ വേളൂരിൽ കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയാണ്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ റാന്നി അരയാഞ്ഞിലിമൺ ക്രോസ് വേയിൽ വെള്ളം കയറി. തിരുവല്ല കടപ്ര പഞ്ചായത്തിൽ 15ലധികം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 18 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് കുറ്റിക്കോൽ പള്ളഞ്ചിച്ചാലിൽ കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് കാർ പുഴയിലേക്ക് മറിഞ്ഞു. കാറിൽ ഉണ്ടായിരുന്ന 2 പേരെയും രക്ഷപ്പെടുത്തി. കാസർഗോഡ് മധുവാഹിനി പുഴ കരകവിഞ്ഞതോടെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലും വെള്ളം കയറി. കണ്ണൂർ പയ്യന്നൂർ കനത്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശമുണ്ടായി. റബ്ബർ, കവുങ്ങ്, വാഴ തുടങ്ങിയവ നശിച്ചു. കാനായി വള്ളിക്കെട്ട് പ്രദേശത്ത് ഇലക്ട്രിക് പോസ്റ്റ് ലൈനുകളും തകർന്നു. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ, ഇടവനക്കാട്, തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, അഞ്ചങ്ങാടി, മുനയ്ക്കക്കടവ്, മലപ്പുറം ജില്ലയിലെ പൊന്നാനി, ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ എന്നിവിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ അതിശക്തമായ മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട് മുതൽ പത്തനംതിട്ട വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിരപ്പള്ളി വനമേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുകയാണ്. ചാർപ്പ, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞൊഴുകുന്നുണ്ട്. രൂക്ഷമായ കടൽക്ഷോഭത്തിന് പിന്നാലെ എറണാകുളം എടവനക്കാട് പഞ്ചായത്തിൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ പ്രഖ്യാപിച്ചു. കടൽക്ഷോഭം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സംരക്ഷണ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എടവനക്കാട് മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് ജനകീയ സമരസമിതി റോഡ് നിരോധിച്ചിരുന്നു. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും സമരക്കാർ പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. വൈകിട്ടാണ് റോഡ് ഉപരോധം അവസാനിച്ചത്. നാളെ ജില്ലാ കളക്ടറുമായി ചർച്ച നടക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയുടെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭത്തിന് നേരിയ ശമനമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കടലേറ്റമുണ്ടാക്കിയ ദുരിതം മേഖലയിൽ ഏറെയാണ്. വെള്ളം കയറിയ വീടുകളിലെ ആളുകൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കുന്നു. പൊന്നാനി മേഖലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട്. കടൽ വെള്ളം പ്രദേശത്തെ ജലസ്രോതസ്സുകളെ മലിനമാക്കാതിരിക്കാൻ വേണ്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറത്തിന്റെ തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് പൊന്നാനി മുതൽ വെളിയങ്കോട് വരെയുള്ള 4 കിലോമീറ്ററിലധികം ദൂരത്താണ് വലിയ തോതിൽ തന്നെ കടൽക്ഷോഭം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 50ലധികം വീടുകളിലേക്ക് കടൽവെള്ളം കയറുന്ന ഒരു സാഹചര്യം, ആളുകൾ ഇവിടുന്ന് മാറി താമസിക്കുന്ന സാഹചര്യം, അതൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായി. പക്ഷേ ഇന്ന് രാവിലെ മുതൽ കടൽ ശാന്തമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഇവിടുത്തെ മറ്റൊരു പ്രധാന പ്രശ്നം, കഴിഞ്ഞ ദിവസം കടൽക്ഷോഭത്തിൽ കടൽ ഏകദേശം ഒരു 100 മീറ്ററോളം അടുത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഖല മൊത്തം മണൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വീടുകളിലേക്ക് മണൽ കയറിയിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഈ കടൽ വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ കിടന്നിരുന്ന കടൽ വെള്ളം
ഒരു ചാല് വെട്ടി ഒഴുക്കി വിടുന്ന ഒരു പ്രവൃത്തിയാണ് പൂർത്തീകരിക്കുന്നത്. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ കാര്യം? ഇത് കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് കയറിയ വെള്ളം നമ്മളുടെ പാടശേഖരത്തിനകത്തും തോട്ടിലും നിന്ന് കഴിഞ്ഞാൽ കുടിവെള്ള പ്രശ്നത്തിന് വലിയ ഒരു പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. ഈ വെള്ളം നിന്ന് കുടിവെള്ളത്തിൽ കയറുകയും കുടിക്കാനുള്ള വെള്ളത്തിൽ മലിനമാകുന്നൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം താൽക്കാലിക പരിഹാരമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അങ്ങനെ കെട്ടിക്കുന്ന വെള്ളങ്ങൾ ചെറിയ ചാലുകയറി പുഴയിലേക്ക് ഒഴുക്കി വിടുന്നൊരു പരിപാടി മാത്രം. ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങളൊന്നും ഇതിപ്പോ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതെ, പഞ്ചായത്തിന്റെ ഇതിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതൊരു പഴയ തോടായിരുന്നു എന്നാ പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ വർഷം ഇതുപോലെ കടൽക്ഷോഭം ഉണ്ടായപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ തോടായിരുന്നു. ഈ തോട് ഇപ്പോൾ ഈ ഇന്നലത്തെ കടൽക്ഷോഭത്തിൽ ഈ തോട് പൂർണ്ണമായിട്ട് മൂടിക്കഴിഞ്ഞു, മണ്ണ് കയറി മൂടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഇത് കൂടാതെ അപ്പുറത്തൊരു വേറെ തോടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ വർഷം കഴിയുന്നതും കടൽ ഓരോ വർഷം കൂടുന്നതും കടൽ കയറി വരെയാണ്. ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഈ ഒരു നാടില്ലാതാവുന്ന ഒരു സാഹചര്യത്തേക്കാണ് പോകുന്നത്. അത് മുമ്പ് നിങ്ങൾക്ക് നമ്മൾ വരുന്ന വഴിക്ക് പല സ്ഥാപനങ്ങളും കണ്ടു. അത് കടലിന്റെ തീരത്താണ്, തൊട്ട് തീരത്താണ് ഇപ്പോൾ നിങ്ങൾ പല വീടുകളും. മുൻപ് അത് നിർമ്മിച്ച സമയത്തൊക്കെ കടൽ ഒരുപാട് അകലെയായിരിക്കും അല്ലേ? കടൽ ഇവിടുന്ന് ഒരുപാട് ദൂരമായിരുന്നു കടല്. ഇതിപ്പോൾ വർഷങ്ങളായിട്ട് കയറി ഓരോ വർഷങ്ങളിലും കയറി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തൊക്കെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഓരോ കാലങ്ങളിലായിട്ട് നഷ്ടപ്പെട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതിൽ കടൽ ഭിത്തിയുടെ കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഇല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ കടൽ ഭിത്തി നിർമ്മിക്കാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല എന്നാണ് അധികൃതർ പറയുന്നത്. കടൽ ഭിത്തിയുടെ കാര്യത്തിൽ കടൽ ഭിത്തി ഒരുപാട് പഠനങ്ങൾ ഇവിടെ ഓൾറെഡി നടത്തിപ്പോയിട്ടുണ്ട്. ചെല്ലാനം മോഡൽ പദ്ധതി, ടെട്രാപോഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പദ്ധതികൾ എന്തായിട്ടുണ്ട്, ഇവിടെ പഠനം നടത്തിപ്പോയിട്ടുണ്ട്. പക്ഷെ ആ പദ്ധതികളൊന്നും ഇതുവരെ ഇവിടെ നടപ്പിലാക്കി പഠനങ്ങൾ മാത്രം നടക്കുന്നുള്ളൂ, പദ്ധതി ആയി വരുന്നില്ല. ഇത് ഈ ഒരു പ്രദേശത്തെ പഞ്ചായത്ത് അംഗം കൂടിയാണ് നമ്മോട് സംസാരിച്ച താഹിർ. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം കടൽ ഭിത്തിക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ മാത്രമാണ് നടക്കുന്നത്, പ്രായോഗിക തലത്തിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സജീവമായിട്ട് ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു മേഖലയിൽ കെട്ടിക്കിടന്ന ഉപ്പുവെള്ളം, കടൽവെള്ളം നീക്കി അത് പുഴയിലേക്ക് തിരിച്ചുവിടാനുള്ള പ്രവൃത്തികളാണ് സജീവമായിട്ട് ഇവിടെ പുരോഗമിക്കുന്നത്. കാരണം ജനവാസ മേഖലയിലേക്ക് ഈ കടൽവെള്ളം കയറിയതിന്റെ പ്രശ്നങ്ങൾ എത്തരുത്, അതിന്റെ ജലസ്രോതസ്സുകൾ, ആ മേഖലയുടെ ജലസ്രോതസ്സുകൾ മലിനമാകരുത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആണ് ഇവിടെ ഈ ഒരു പ്രവൃത്തിക്ക് പിന്നിലുള്ളത്. എന്താണെങ്കിലും കടൽക്ഷോഭത്തിന്റെ ശക്തി കുറഞ്ഞെങ്കിലും കടലേറ്റം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ അത് ചെറുതല്ല. അതിൽ നിന്നും കരകയറാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഈ പ്രദേശവാസികൾ. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിനുള്ള നീക്കം വിവാദമായതോടെ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സംസ്ഥാന സർക്കാർ. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. വിഷയം സബ്മിഷനായി സഭയിൽ ഉന്നയിക്കാൻ ഇരിക്കെയായിരുന്നു സർക്കാരിന്റെ ഈ നീക്കം. TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാർ പരിഗണനയില്ല എന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. സർക്കാരിന്റെ ശമ്പളം പറ്റി പ്രതിപക്ഷത്തിന് വേണ്ടി ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാഷ്ട്രീയ ലാഭമാണെന്നും MB രാജേഷ് കുറ്റപ്പെടുത്തി. ഇങ്ങനെ ഒരു ശിക്ഷാ ഇളവ് സർക്കാർ പരിഗണിക്കുന്നതേയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, തെറ്റായ റിപ്പോർട്ട് തേടിയവർക്കെതിരായി നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രതിപക്ഷം ഇപ്പോൾ ഇതിനെ കുടില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് സഭയുടെ സമയം അതിനുവേണ്ടി അപഹരിക്കുക, എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക. ഇന്ന് ഒരു കാര്യം വ്യക്തമായി, സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് എന്നുള്ളത് കാര്യം വ്യക്തമാക്കില്ലേ? വിവാദത്തിന് ശേഷവും ശിക്ഷാ ഇളവിന് നീക്കമുണ്ടായി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. ശിക്ഷാ ഇളവ് നൽകാൻ ആലോചിച്ചിട്ടില്ല എങ്കിൽ KK രമയുടെ മൊഴി വീണ്ടും എടുത്തത് എന്തിനാണെന്ന് VD സതീശൻ ചോദിച്ചു. ഇന്നലെ വൈകുന്നേരവും ഈ ക്രൂരന്മാരായ ക്രിമിനലുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ദയനീയമായ സ്ഥിതിയാണുള്ളത്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ഈ പ്രതികളാരാ? പരോളിലിറങ്ങി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, മയക്കുമരുന്ന് കേസ്, സ്വർണം പൊട്ടിക്കൽ കേസ്, ഇതില് കൊട്ടേഷൻ സംഘങ്ങൾ, നിരവധി തോക്ക്, ഇതിലെല്ലാം പ്രതികളായ ഈ ആളുകളെയാണ്
ഈ സർക്കാർ ശിക്ഷാ ഇളവ് കൊടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നു. അതിന് ഞങ്ങൾക്ക് ഒന്ന് വേണ്ടത് ഞാൻ അവസാനിപ്പിക്കുക, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ്, കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് 20 വർഷം കാലാവധി പൂർത്തിയാകാതെ ശിക്ഷാ ഇളവ് കൊടുക്കും. അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ അഷ്വറൻസ് ആണ്. ഒരു കാരണവശാലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല എന്നുള്ള ഉറപ്പ് ആഭ്യന്തര വകുപ്പ് അറിഞ്ഞാണ് ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചതെന്നും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതെന്നും KK രമ പറഞ്ഞു. അപ്പൊ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ 7:37 എനിക്കൊരു കോള് വരുന്നത്. ആ കോള് വന്നപ്പോ അദ്ദേഹം പോലീസുകാരൻ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ നിങ്ങളെ മൊഴി എടുക്കാനാണെന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് മൊഴി എടുത്തല്ലോ? അപ്പൊ അല്ല, അതിനകത്തൊരു പ്രതി കൂടിയുണ്ട്, മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ്. അപ്പൊ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ ശ്രദ്ധയിലില്ല, 3 പേരെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ട്രൗസർ മനോജ് കൂടി ഉണ്ട് എന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് 7ാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജ് ഉണ്ട്. അപ്പൊ അതിന്റെ മൊഴി എങ്ങനെയാണ്, അത് പുറത്തു വിട്ടാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ ഈ ട്രൗസർ മനോജ് എന്ന് പറയുന്നത് ഈ TP കേസിലെ ഗൂഢാലോചന കേസിലെ ഒരു 3 പേര്, വിചാരണ കോടതി ആദ്യം ശിക്ഷിച്ച 3 പേരിൽ ഒരാളാണ് ഈ ട്രൗസർ മനോജ്. അതില് 11ാം പ്രതിയായ ട്രൗസർ മനോജ്, അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം, ജ്യോതിബാബുവിനോടൊപ്പം, രാമചന്ദ്രനോടൊപ്പം പങ്കെടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം. ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ? ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല. 3/6 കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ വിവാദമായപ്പോൾ, ഇതിനകത്ത് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിലെ സബ്മിഷന് അനുമതി നിഷേധിച്ചത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സ്പീക്കർ AN ഷംസീർ. മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞു എന്ന പ്രതിപക്ഷ ആരോപണത്തിലാണ് സ്പീക്കറുടെ വിശദീകരണം. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടത്തിയതിന്റെ ഒരു രേഖയും പുറത്തു വന്നിരുന്നില്ല, ഒരു താല്പര്യങ്ങളും തന്നെ സ്വാധീനിച്ചിട്ടില്ല എന്നും സ്പീക്കറെ സഭാതലത്തിൽ ചോദ്യം ചെയ്തതും മുദ്രാവാക്യം വിളിച്ചതും അങ്ങേയറ്റം ഖേദകരമാണെന്നും വാർത്താക്കുറിപ്പിൽ സ്പീക്കർ അറിയിച്ചു. CPM നേതാവ് P ജയരാജനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്തായ മനു തോമസ്. ഫേസ്ബുക്ക് കുറിപ്പിലാണ് മനു ജയരാജനെതിരെ രംഗത്തെത്തിയത്. P ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളിയുമായി എത്തിയത് ക്വട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തലവന്മാരാണ് എന്ന് മനു തോമസ് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധവും ഷുഹൈബ് വധവും വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. മനു തോമസിനെതിരെ ഭീഷണിയുമായി അതിനിടെ ആകാശ് തില്ലങ്കേരി രംഗത്തെത്തിയിരുന്നു. മനു തോമസിന്റെ ആരോപണങ്ങൾ ആയുധമാക്കി CPMന്റെ രാഷ്ട്രീയ എതിരാളികളും രംഗത്തെത്തിയിട്ടുണ്ട്. MS അനീഷ് കുമാർ റിപ്പോർട്ടിൽ. കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയാണ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ മുൻ നേതാവ് മനു തോമസും പാർട്ടി നേതാക്കളും പാർട്ടിയുടെ അനുഭാവികളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറിയത് മനു തോമസിനെതിരായി ആകാശ് തില്ലങ്കേരി, ശുഭവേദ കേസിലെ പ്രതിയും നിരവധി കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ കേസുകളിലെ പ്രതിയുമായ ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിലൂടെ ഭീഷണി മുഴക്കിയതാണ്. ഈ മനുവിന്റെ ഒരു പോസ്റ്റിന് കീഴിൽ കമന്റ് എന്ന രൂപത്തിലാണ് പരാമർശങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട, കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും ആകാശ് തില്ലങ്കേരി പറയുകയും ചെയ്തിരുന്നു. ഈ പോസ്റ്റിന് പിന്നിലുള്ള, ഈ പോസ്റ്റിന് താഴെയുള്ള കമന്റ് വിവാദമായതോടെ ആകാശ് തില്ലങ്കേരി പിന്നീട് ഇത് മാറ്റുകയും ചെയ്തു. നേരത്തെ മനു തോമസും P ജയരാജനുമായി ഫേസ്ബുക്കിലൂടെ തന്നെ വാഗ്വാദങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. പാർട്ടിയെ കുത്തിവലിക്കാൻ മാധ്യമങ്ങളിലൂടെ അവസരമൊരുക്കിയത് P ജയരാജനാണ് എന്നായിരുന്നു മനു തോമസ് ആരോപണം ഉന്നയിച്ചത്. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി സെക്രട്ടറിയെ ജയരാജൻ സൃഷ്ടിച്ചു, പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു എന്നൊക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് മറുപടിയായി ഇതിനു മുമ്പ് ജയരാജൻ പറഞ്ഞത്, ആരെങ്കിലും ലക്ഷ്യമിട്ട് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി കൂട്ടുനിൽക്കത്തില്ലെന്നും തിരുത്തേണ്ടത് മനു തോമസ് ആണെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ജില്ലാ കമ്മിറ്റി അംഗം ആയതിനു പിന്നാലെ വ്യാപാര സംരംഭങ്ങളിൽ നിന്നും ഒഴിവാകണമെന്ന നിർദ്ദേശം മനു തോമസ് പാലിച്ചില്ലെന്നും
ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത് CPM വിട്ടതുകൊണ്ടാണെന്നും ജയരാജൻ പറഞ്ഞിരുന്നു. എന്തായാലും ആകാശ് തില്ലങ്കേരിയുടെ പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ മറുപടിയുമായി മനു തോമസും രംഗത്തെത്തിയിരുന്നു. P. ജയരാജന് അദ്ദേഹത്തിന്റെ തന്നെ എനിക്കെതിരായ തെറ്റിദ്ധാരണമായ FB പോസ്റ്റിനെ ആധാരമാക്കിയൊരു സംവാദത്തിനായി താൻ ക്ഷണിച്ചു. എന്നാൽ ഇതിന് മറുപടിയായി ഒരു കൊലവിളി പോസ്റ്റുമായാണ് സ്വർണം കൊട്ടേഷൻ മാഫിയ രംഗത്തെത്തിയത്. ഇത്തരത്തിലെ സംഘത്തിന്റെ തലവന്മാർ എത്തിയതിൽ താൻ ആശ്ചര്യപ്പെടുന്നില്ല എന്നും പോസ്റ്റിൽ പറയുന്നു. കണ്ണൂരിലെ സംഘടനയെ രക്ഷിക്കാൻ അധികം സമയം വേണ്ട എന്ന ഭീഷണിയിൽ നിന്നും അക്കാര്യം നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ട ബാധ്യത CPM നേതൃത്വത്തിലാണ് എന്ന് മനു തോമസ് പറയുന്നു. ഒപ്പം ഒഞ്ചിയവും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു എന്ന കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളെക്കുറിച്ചുള്ള കൊലപാതകങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രവും മനു തോമസ് നൽകുന്നുണ്ട്. എന്തായാലും ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അത് നട്ടിൽ നിവൃത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം, ഒറ്റയ്ക്കായാലും സംഘടനയ്ക്ക് പുറത്തായാലും എന്ന് മനു തോമസ് പറയുന്നു. ഏറ്റവും ഒടുവിൽ കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകളെ നിശബ്ദമാക്കാനാവില്ല. അതുകൊണ്ട് തെല്ലും ഭയമില്ല വ്യാജ സൈന്യങ്ങളെ എന്ന വാക്ക് കൃത്യമായി തന്നെ മനു തോമസ് ഉപയോഗിച്ചിരിക്കുന്നു. കാരണം TP ചന്ദ്രശേഖരൻ വധവും ഷുഹൈബ് വധവും അടക്കമുള്ള കാര്യങ്ങളിൽ ഈ വാടക കൊലയാളികളുടെ അല്ലെങ്കിൽ കൊട്ടേഷൻ അംഗങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും പലർക്കും ഈ TP ചന്ദ്രശേഖരൻ വധത്തിലടക്കം കൂടുതൽ ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു വ്യാജ സൈന്യത്തെ ഇനിയും പുറത്തിറക്കാനുള്ള സാധ്യതകൾ നിലനിർത്തി തന്നെയാണ് ഇത്തരമൊരു വിമർശനവുമായി മനു മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഇരുപക്ഷത്തും വാഗ്വാദങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി തുടർ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ തുടർ ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കും എന്ന് തന്നെയാണ് കൗതുകത്തോടെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കി പോലീസ്. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ വിവാദമായപ്പോൾ ഇതിനകത്ത് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത്. സർക്കാർ നടപടിയിൽ തൃപ്തരാകാതിരുന്ന പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, TP കേസ് ഇന്നും സഭയെ പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷ നേതാവ് പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചതിന് മുൻപ് സർക്കാർ ഉത്തരവ് വരുന്നു. വല്ലാതെ സമ്മർദ്ദത്തിലാണോ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്? ചൊവ്വാഴ്ച സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായാണ് പ്രതിപക്ഷം വിഷയം കൊണ്ടുവന്നത്. പക്ഷേ അന്ന് അതിനുള്ള അനുമതി സ്പീക്കർ നൽകിയില്ല. സർക്കാർ പറയേണ്ട കാര്യം, അതായത് ഇങ്ങനൊരു നീക്കം സർക്കാർ നടത്തിയിട്ടുള്ള സ്പീക്കർ തന്നെ പറഞ്ഞുകൊണ്ട് ആ നീക്കം തടയുകയായിരുന്നു. വലിയ പ്രതിഷേധമെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയും സഭ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷനായാണ് വിഷയം സഭയിൽ വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു മറുപടി പറയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ന് സഭയിൽ എത്തിയിരുന്നില്ല. പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷാണ് മറുപടി പറഞ്ഞത്. അതിനു മുമ്പ് തന്നെ, അതായത് ഈ സബ്മിഷൻ സഭയിൽ വരുന്നതിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വാർത്താക്കുറിപ്പിറക്കി ഈ TP വധക്കേസ് പ്രതികളെ അനർഹമായി പട്ടികയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ശിക്ഷാ ഇളവ് നൽകാനുള്ള തടവുകാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കി. അതായത് സഭയിൽ വിഷയം വരുമ്പോൾ അതിന്റെ കാഠിന്യം, അതിന്റെ വിമർശനത്തിന്റെ ആഘാതം കുറയ്ക്കുക രക്ഷപ്പെട്ട് സർക്കാർ നടത്തിയ നീക്കമാണത്. പക്ഷേ എങ്കിലും പ്രതിപക്ഷം അതിശക്തമായി തന്നെ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു. സർക്കാർ ഈ പ്രതികൾക്ക് വേണ്ടി ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. കേരളം ഏറ്റവും അധികം ദുഃഖിച്ച, ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു കേസിലെ കൊടും ക്രിമിനലുകളെ രക്ഷിക്കാൻ എന്തിന് സർക്കാർ നീക്കം നടത്തുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. മന്ത്രി MP രാജേഷാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത്. ഈ പ്രതികൾക്ക് നേരത്തെ 3 പേരായിരുന്നു വിട്ടേക്കാനുള്ള ശുപാർശയുള്ളെങ്കിൽ ഒരാൾ കൂടി ഉണ്ട് എന്ന വെളിപ്പെടുത്തലും പ്രതിപക്ഷം സഭയിൽ നടത്തി. ട്രൌസർ മനോജ് എന്ന മനോജിനെ കൂടി വിട്ടയക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് പ്രതിപക്ഷം നടത്തിയത്. അതിന് ആധാരം ഇന്നലെ KK രമയെ വിളിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മനോജിനെ വിട്ടയക്കുന്നതിൽ, അതായത് വാദികൾ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളുടെ മൊഴി കൂടി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തേടേണ്ടതുണ്ട്. അങ്ങനെ തേടുമ്പോൾ ആണ് ട്രൌസർ മനോജ് ലിസ്റ്റിൽപ്പെട്ടു എന്ന വിവരം അവർ അറിയുന്നത്. ആ കാര്യം കൂടി പ്രതിപക്ഷം
ന്യൂസ് അപ്ഡേറ്റ്സ് തുടരുകയാണ്. കളിയിക്കാവള കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. പ്രതികളുടെ ലക്ഷ്യം വ്യവസായി ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന പണം തട്ടലായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മദ്യപാനത്തിനിടയിൽ അമ്പിളിയും സുനിലും ചേർന്നാണ് കൊല ആസൂത്രണം ചെയ്തത്. കാറിലുണ്ടായിരുന്ന 7 ലക്ഷം രൂപ അമ്പിളിയുടെ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തുവെന്നും പോലീസ് പറഞ്ഞു. ദീപുവിന്റെ ഭാര്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതേസമയം കൊലപാതകത്തിന് ശേഷം പ്രതി അമ്പിളി മെഡിക്കൽ സ്റ്റോറിലെത്തിയതിന്റെ ദൃശ്യം പുറത്തുവന്നു. തമിഴ്നാട്ടിലെ പടന്താലമൂട്ടിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. വി വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. പണത്തിന് വേണ്ടി കൊല നടത്തിയെന്ന കുറ്റസമ്മത മൊഴിയാണ് അമ്പിളി പോലീസിന് നൽകിയത്. കേസിൽ CCTV ദൃശ്യങ്ങൾ നിർണായകമായി. കൊല നടത്തിയതിനു ശേഷം സമീപത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് അമ്പിളി ചെല്ലുകയും കളിയിക്കാവളയിലേക്ക് പോകാൻ ടാക്സിയോ ഓട്ടോയോ ലഭിക്കുമോ എന്ന് അവിടുത്തെ ജീവനക്കാരനോട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ വാഹനങ്ങൾ ലഭിക്കില്ല എന്നറിഞ്ഞതോടെ ബൈക്കിൽ തന്നെ കളിയിക്കാവളയിൽ വിടാമോ എന്ന് ചോദിക്കുന്നു. അതും പറ്റില്ല എന്ന് ജീവനക്കാരൻ പറഞ്ഞതോടെ ജീവനക്കാരൻ്റെ ഫോണിൽ നിന്ന് ആരെയോ വിളിക്കുന്നു. എന്നാൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞ് ആ ഫോൺ നൽകി തിരികെ പോവുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം പുലർച്ചെയാണ് തമിഴ്നാട് പോലീസ് മലയത്തെ വീട്ടിൽ നിന്ന് അമ്പിളിയെ പിടികൂടുന്നത്. വീണ്ടും ഇന്ന് വീട്ടിൽ പരിശോധന നടത്തി. അവിടെ നിന്ന് കത്തി കണ്ടെത്തി. വീടിന് സമീപത്തെ ഒരു തോട്ടിൽ ഉപേക്ഷിച്ചതായിരുന്നു കത്തി. ആ കത്തി കണ്ടെത്തി. 2 ആയുധങ്ങളാണ് കൊലയ്ക്ക് ഉപയോഗിച്ചത്. കത്തിയും സർജിക്കൽ ബ്ലേഡും. അതിൽ കത്തി ആദ്യം ഒടിഞ്ഞത് കാരണം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മയക്കാൻ വേണ്ടി ക്ലോറോഫോം ദീപുവിന് പ്രയോഗിച്ച ശേഷമാണ് ഈ കൊലപാതകം നടത്തിയതെന്ന ഒരു മൊഴി കൂടി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല സുനിൽ എന്ന ഒരാളിൻ്റെ പങ്ക് കൂടി ഈ കേസിൽ തെളിഞ്ഞു വരുന്നു. സുനിലും അമ്പിളിയുമായി നടത്തിയ ഗൂഢാലോചന, അതിനെ തുടർന്നായിരുന്നു ഈ കൊലപാതകമെന്നാണ്. അമ്പിളിയുടെ സുഹൃത്തായ സുനിൽ തിരുവനന്തപുരം സ്വദേശിയാണ്. 2 മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. സർജിക്കൽ ബ്ലേഡും ക്ലോറോഫോമും മാസ്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത് സുനിലാണെന്ന കാര്യം കൂടി അമ്പിളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല നേരത്തെ ഈ CCTVയിൽ കണ്ട മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരൻ നൽകിയ മൊഴി അനുസരിച്ച് അമ്പിളി വിളിച്ചത് സുനിലിനെയാണെന്ന് കണ്ടെത്തി. കൊലപാതകം 2 പേരും ഒരുമിച്ച് ആസൂത്രണം ചെയ്യുകയും കൊലപാതകത്തിന് ശേഷം വാഹനമായി എത്തുമെന്ന് സുനിൽ അമ്പിളിയോട് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വാഹനവുമായി എത്താത്തതിനെ തുടർന്നാണ് സുനിലിനെ ബന്ധപ്പെടാൻ അമ്പിളി ശ്രമിച്ചത്. ആ സമയത്ത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സുനിൽ ഇതിൽ നിന്ന് വഴുതി മാറി. കൊലപാതകത്തിന് ശേഷം ഇതിൽ നിന്ന് പിന്മാറി എന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്. സുനിലിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. തട്ടിയെടുത്ത പണം ഏതാണ്ട് 7.5 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പോലീസ് പറയുന്നത്. ഈ പണം മുഴുവൻ തിരികെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ദീപുവിൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയും കളിയിക്കാവള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. മറ്റുള്ളവരിൽ നിന്നും പോലീസ് മൊഴി ശേഖരിക്കുന്നുണ്ട്. പണത്തിന് വേണ്ടി നടത്തിയ കൊലപാതകം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. യാക്കോബായ ഓർത്തഡോക്സ് സഭാ പള്ളിത്തർക്കത്തിൽ കോടതി ഉത്തരവ് ഉടൻ നടപ്പാക്കുമെന്ന് സർക്കാർ. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്താണ് നടപടികൾ വൈകിയതെന്നും സർക്കാർ അറിയിച്ചു. ഉത്തരവ് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ വിശ്വാസികളിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായി. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ സംബന്ധിച്ചാണ് സർക്കാർ കോടതിയിൽ ഇങ്ങനെയൊരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. കോടതി നിർദ്ദേശം കണക്കിലെടുത്ത് അടുത്ത ദിവസം തന്നെ പള്ളികൾ ഏറ്റെടുക്കുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി വർദ്ധിപ്പിച്ച തമിഴ്നാട് സർക്കാരിന് മുന്നറിയിപ്പുമായി മന്ത്രി ഗണേഷ് കുമാർ. കേരള സർക്കാരുമായി കൂടിയാലോചിക്കാതെയാണ് തമിഴ്നാട് 4000 രൂപ ടാക്സ് വർദ്ധിപ്പിച്ചത്. അവിടെ 4000 വാങ്ങിയാൽ ഇവിടെയും 4000 വാങ്ങിക്കും. ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ തിരികെ അങ്ങോട്ടും ദ്രോഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല സീസണാണ് വരുന്നതെന്നും തമിഴ്നാട് ഓർക്കണമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിൽ മുഴുവൻ ഒരു ടാക്സ് ആണെന്ന് പറയുന്നു. പക്ഷേ അയൽ സംസ്ഥാനത്ത് കയറുമ്പോൾ നമ്മളോടൊരു ആലോചനയില്ലാതെ തമിഴ്നാട് സർക്കാർ ഒറ്റയടിക്ക് 4000 രൂപ വർദ്ധിപ്പിക്കാൻ ഒരു സീറ്റിന് അവർ 4000 രൂപ വർദ്ധിപ്പിച്ചു. അപ്പോൾ എന്നെ ഇത് അറിയിച്ചപ്പോൾ അവർക്ക് അവർ ഒരു പറഞ്ഞിട്ടൊന്നും ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇരിക്കട്ടെ, നമുക്ക് 4000 രൂപ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. തമിഴ്നാട്ടുകാർ മനസ്സിലാക്കണം, ശബരിമല സീസൺ വരെയാണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട്. ഞങ്ങൾ ഖജനാവിൽ നിറയ്ക്കും പണം. ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെയും ഉപദ്രവിക്കും. അതിനൊരു സംശയം വേണ്ട. KSRTC വണ്ടി പിടിച്ചിട്ടാൽ അവരെ തമിഴ്നാട് വണ്ടിയും പിടിച്ചെടുക്കും. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെയൊന്നും നമ്മളടുത്ത് കളിക്കേണ്ട. നമ്മളൊരു അയൽ സംസ്ഥാനമായിട്ട് സ്നേഹത്തിൽ പോവുകയാണ്. നമ്മളോടൊന്ന് ആലോചിക്കാനും ടാക്സ് വയ്ക്കും. നമ്മളൊന്ന് കൂടിയാലോചന ഞങ്ങളിങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്നും ചോദിച്ചില്ല. കേരളത്തിൽ നിന്ന് കയറുന്നവർക്കെല്ലാം ഒരു സീറ്റിന് 4000 രൂപ വെച്ച് അങ്ങണിച്ച് കൊടുക്കുക. ഇന്ത്യ മുഴുവൻ ഒരേ ടാക്സ് എന്നാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ ഇതാണ് സ്ഥിതി. അപ്പോൾ നമ്മളത് കർശനമായ നിലപാടാണ് കാര്യത്തിൽ. ഒരു മാറ്റമില്ല. ഇവിടുന്ന് പോകുന്നവരെ ഉപദ്രവിച്ചാൽ അത് ശരിയല്ല. നമുക്കും ടാക്സ് തരണം. അങ്ങോട്ട് 4000 രൂപ വാങ്ങിക്കുമെങ്കിൽ ഇങ്ങോട്ട് 4000 രൂപ വാങ്ങിക്കും.
ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി KSRTC ഡ്രൈവർ യദു കൃഷ്ണൻ. ഒന്നുകിൽ ജോലിയിൽ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ പിരിച്ചുവിടുക എന്നാണ് പരാതിയിലെ പരാമർശം. താനും മകനും അടങ്ങുന്ന കുടുംബം ആത്മഹത്യയുടെ വക്കിലാണ്. തിരുവനന്തപുരം മേയറെ അസഭ്യം പറഞ്ഞുവെന്ന വിവാദത്തിലായിരുന്നു KSRTC ഡ്രൈവർ യദു കൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത്. അടിയന്തരാവസ്ഥ പരാമർശിച്ചും NDA സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയും നിഷ്പക്ഷ അന്വേഷണവും ഉണ്ടാകുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കിടെ നീറ്റും മണിപ്പൂർ വിഷയവും പ്രതിപക്ഷം ഉയർത്തി. അരവിന്ദ് കെജ്രിവാളിനെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി അംഗങ്ങൾ രാഷ്ട്രപതിയുടെ അഭിസംബോധന ബഹിഷ്കരിച്ചു. മൂന്നാം തവണയും ജനങ്ങൾ സർക്കാരിൽ വിശ്വാസമർപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു. ഐതിഹാസിക തീരുമാനങ്ങൾ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകും. ബജറ്റ് ചരിത്രപരമാകുമെന്ന പരാമർശം സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തുടരും എന്നതിന്റെ സൂചനയാണ്. വിവാദമായ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും അടിയന്തരാവസ്ഥയും അഭിസംബോധനയിൽ രാഷ്ട്രപതി പരാമർശിച്ചു. സർക്കാർ റിക്രൂട്ട്മെന്റുകളിലും പരീക്ഷകളിലും വിശുദ്ധിയും സുതാര്യതയും അനിവാര്യമാണ്. അന്വേഷണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കുറ്റവാളികൾക്കെതിരെ കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും രാഷ്ട്രപതി നീറ്റ് പരാമർശിച്ചപ്പോൾ നീറ്റ് എന്ന പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. എന്നാൽ പരിഹാരം കാണുന്നതിന് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഉയരണം എന്നായിരുന്നു രാഷ്ട്രപതിയുടെ പ്രതികരണം. हाल ही में कुछ परीक्षाओं में हुई पेपर लीक की घटनाओं की निष्पक्ष जांच और दोषियों को कड़ी से कड़ी सजा दिलवाने के लिए मेरी सरकार प्रतिबद्ध है. इससे पहले भी हमने देखा है कि कोई राज्यों में पेपर लीक की घटनाएं होती रही है. इस पर दलीय राजनीति से ऊपर उठकर देशव्यापी ठोस उपाय करने की जरूरत है. കഴിഞ്ഞ ദിവസം സ്പീക്കറായിരുന്നു അടിയന്തരാവസ്ഥ പരാമർശിച്ചത് എങ്കിൽ അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്ക് നേരെയുണ്ടായ ആക്രമണം എന്നായിരുന്നു രാഷ്ട്രപതിയുടെ കുറ്റപ്പെടുത്തൽ. देश में संविधान लागू होने के बाद भी संविधान पर अनेक बार हमले हुए हैं. आज 27 जून है. 25 जून 1975 को लागू हुआ आपातकाल संविधान पर सीधे हमले का सबसे बड़ा और काला अध्याय था. तो पूरे देश में हाहाकार मच गया था. लेकिन ऐसी असंवैधानिक ताकतों पर देश ने विजय प्राप्त करके दिखाया, क्योंकि भारत के मूल में गणतंत्र की परंपराएं रही है. വടക്ക് കിഴക്കൻ മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നതായും കഴിഞ്ഞ 10 വർഷത്തിനിടെ സംഘർഷങ്ങൾ കുറഞ്ഞതായും രാഷ്ട്രപതി പറഞ്ഞപ്പോൾ മണിപ്പൂർ എന്ന പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. अनेक पुराने विवादों को हल किया गया. अनेक अहम समझौते हुई है. नॉर्थ ईस्ट में अशांत क्षेत्रों में तेज विकास करके चरणबद्ध तरीके से अफवाह हटाने का काम भी जारी है. देश के हर क्षेत्रों में विकास के नए आयाम भारत के भविष्य का उद्घोष कर रहे हैं. माननीय सदस्य, वुमेन लेड डेवलपमेंट के लिए समर्पित मेरी सरकार ने महिला सशक्तिकरण के एक नई युग की शुरुआत की है. देश की नारी शक्ति लंबे समय तक लोकसभा और विधानसभा में अधिक भागीदारी की मांग कर रही थी. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് രാഷ്ട്രപതിയുടെ പ്രസംഗം ആം ആദ്മി പാർട്ടി അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ലോക്സഭാംഗമായി ശശി തരൂർ സത്യപ്രതിജ്ഞ ചെയ്തു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്ത് സ്പീക്കർ ഓം ബിർല. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്ത ശേഷം ലോക്സഭ ചേർന്നപ്പോഴാണ് സ്പീക്കർ രാഹുലിനെ സ്വാഗതം ചെയ്തത്. പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സ്പീക്കർ ആശംസകൾ നേരുകയും ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുത്തത്. നെറ്റ് പരീക്ഷാ വിവാദം നാളെ പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. വിഷയത്തിൽ ചർച്ചയ്ക്ക് അനുമതിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്.
നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിന് നേരെ പോലീസ് ലാത്തിചാർജ്. ജന്തർ മന്ദറിലായിരുന്നു സമരം. ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് പരിക്കേറ്റു. ശരീരത്തിൽ ലാത്തി കൊണ്ട് മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. ഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഓഫീസിന് നേരെ NSUI പ്രതിഷേധ മാർച്ച് നടത്തി. ലോക്സഭയിൽ സ്പീക്കറുടെ ചേംബറിന് സമീപം സ്ഥാപിച്ചിരുന്ന ചെങ്കോൽ നീക്കണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി. ചെങ്കോൽ രാജഭരണകാലത്തെ ഓർമ്മപ്പെടുത്തലാണ്. പാർലമെന്റിൽ സ്ഥാപിക്കേണ്ടത് ഭരണഘടനയുടെ പകർപ്പാണെന്നും സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച കത്തിൽ SP അംഗം RK ചൗധരി ആവശ്യപ്പെടുന്നു. जब से देश में संविधान लागू हुआ है तब से देश में लोकतंत्र है. लोकतंत्र का जो प्रतीक है वो संविधान है. लेकिन बीजेपी सरकार ने, खासकर जो पिछली सरकार है, मोदी जी के नेतृत्व में उस संसद भवन में जहां स्पीकर बैठते हैं दाहिनी तरफ, सेंगोल स्थापित कर दिया है. सेंगोल तमिल भाषा का शब्द है. उसका हिंदी माने है राजदंड. राजदंड का और हिंदी माने है राजा की छड़ी. राजा की छड़ी और माने है राजा डंडा. कभी राजा जब अपने दरबार में बैठता था तो फैसला करता था, एक डंडा पीटता था, छड़ी पीटता था. अब इस देश में 555 राजाओं को सरेंडर करके ये देश आज़ाद हुआ है. और अब हर वो व्यक्ति, चाहे महिला हो चाहे पुरुष हो, अगर बालिग है और वोट का अधिकार रखता है तो उसके एक एक वोट से इस देश में शासन प्रशासन चलेगा. ये तय हो गया है. तो अब देश संविधान चलेगा, न कि राजा डंडा चलेगा. तो इसलिए हमारी मांग है कि अगर लोकतंत्र बचाना है तो संसद भवन से सिंगुल. ചൗധരിയെ പിന്തുണച്ച SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്തെത്തി. എന്നാൽ സമാജ്വാദി പാർട്ടി രാജ്യത്തിന്റെ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുകയാണെന്നായിരുന്നു BJPയുടെ പ്രതികരണം. SP അംഗത്തിന്റെ നീക്കത്തിനെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ അപകീർത്തികരമായിട്ടുള്ള വീഡിയോ പുറത്തിറക്കിയ യുവാവ് അറസ്റ്റിലായി. തൃശൂരിലെ AAP പ്രവർത്തകൻ ശ്യാം കാട്ടൂരാണ് അറസ്റ്റിലായത്. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരിയുമായി സുരേഷ് ഗോപി സംസാരിക്കുന്ന ദൃശ്യങ്ങളിൽ അശ്ലീല വാക്കുകൾ ചേർത്താണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. KR ഹരിയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ഒരിടവേള കൂടി. സർക്കാരിന്റെ ഇപ്പോഴത്തെ വാദങ്ങൾ കഴമ്പില്ലാത്തതാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവാണ്. അത് സർക്കാർ അറിയാതെയാണോ ഇറങ്ങിയത്? സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി തടവുകാരെ വിട്ടയക്കാനുള്ള ശുപാർശയാണ് സർക്കാർ തേടിയതെന്ന് സർക്കാർ പറയുമ്പോഴും അത് വിശ്വസനീയമല്ല. TP കേസ് പ്രതികളെ വീണ്ടും സംരക്ഷിക്കുകയാണ് സർക്കാർ. ഇന്നലെ വൈകിട്ടും അതിനുള്ള ശ്രമം നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ആ ആരോപണങ്ങളെല്ലാം സർക്കാർ തള്ളിക്കളഞ്ഞു. ഒരു തരത്തിലും ഇവർക്ക് ശിക്ഷ ഇളവ് നൽകില്ല. ശിക്ഷ ഇളവിന് അർഹരായവരല്ല ഈ കേസിലെ പ്രതികൾ. ഹൈക്കോടതി വിധി കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രി MP രാജ് അക്കാര്യം സമർത്ഥിച്ചത്. ഒരു കാരണവശാലും ഈ പ്രതികളെ സർക്കാർ വിട്ടയക്കില്ല. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ കുടിലമായ രാഷ്ട്രീയ നീക്കമെന്ന് MP രാജ് വിശേഷിപ്പിച്ചത്. ഏതായാലും പ്രതിപക്ഷം സർക്കാർ നടപടി തൃപ്തരല്ല. ഇനിയും ഇത്തരം നീക്കം നടക്കുമെന്ന സംശയം അവർക്കുണ്ട്. അതാണ് പ്രശ്നം. കാരണം ഇത്രയധികം നീക്കങ്ങൾ നടത്തിയിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് മുകളിലേക്ക് പോയിട്ടും, ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് മുകളിലേക്ക് പോകുന്നു, ഇളവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കണം, ചില റിപ്പോർട്ടുകൾ തേടണമെന്ന രീതിയിൽ KK രമയെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, 4 ദിവസങ്ങൾക്ക് മുൻപ് KK രമയെ പോലീസ് മൊഴിയെടുക്കുന്നു. ഇന്നലെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു. തിരുവനന്തപുരത്തുള്ളപ്പോഴാണത്. ഇത്ര അധികം നടപടികൾ മുന്നോട്ട് പോയിട്ടും വീണ്ടും പ്രതിപക്ഷത്തിന്റെ കുടില നീക്കം എന്ന വ്യാഖ്യാനത്തിന് എന്തർത്ഥമെന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുമല്ലോ. മറ്റൊന്ന്, മുഖ്യമന്ത്രി തുടർച്ചയായ 2ാം ദിവസവും ഈ വിഷയം പരിഗണനയ്ക്ക് വന്നിട്ട് മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടാകുന്നില്ല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ് മുഖ്യമന്ത്രി. എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന ചോദ്യത്തിനും സ്വാഭാവികമായും ഉത്തരം തരേണ്ടി വരും ഭരണപക്ഷം. തീർച്ചയായും പ്രതിപക്ഷ അക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ കടുത്ത വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി TP കേസിൽ ഉത്തരം പറയാൻ താല്പര്യമില്ലാതെ ഒളിച്ചോടുകയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. KK രമയുടെ നോട്ടീസ് വരുമ്പോഴും ഉപക്ഷേപം വരുമ്പോഴും ആ രീതിയിൽ മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കാൻ വേണ്ടിയാണ് സ്പീക്കർ പോലും ഒരിക്കലും ഒരു സ്പീക്കർ സർക്കാരിന്റെ നിലപാടുകൾ പ്രഖ്യാപിക്കാനുള്ള
ആളല്ല. ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയുള്ള വിഷയമാണ്. അത് അത്ര നീക്കം നടന്നിട്ടില്ല എന്ന് പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ചുമതലപ്പെടുത്തിയ മറ്റേതെങ്കിലും മന്ത്രിമാരാണ്. അതിനു പകരം കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച സ്പീക്കർ തന്നെ അത്തരം നീക്കം നടത്താത്തതുകൊണ്ട് നോട്ടീസ് അനുവദിക്കാനാകില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. അവിടെയാണ് മുഖ്യമന്ത്രിക്ക് ഈ വിഷയം സംസാരിക്കാൻ കെ രമയുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയേണ്ട, പ്രത്യേകിച്ചും TP കേസിൽ മറുപടി പറയേണ്ട ഒരു സാധ്യത ഒഴിവാക്കാനുള്ള നീക്കം നടത്തിയെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ബലം വെക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകാൻ ഇരുന്നതാണെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ. പക്ഷേ മുഖ്യമന്ത്രി ന്യൂസ് അപ്ഡേറ്റ്സ് തുടരുകയാണ്. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ അവസാന മലയാളിയും തിരികെത്തി. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി ടിനു പനീടമാണ് ഇന്ന് പുലർച്ചെ മടങ്ങിയെത്തിയത്. ടിനുവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 3 അഞ്ചുതെങ്ങ് സ്വദേശികളെ നേരത്തെ ഇന്ത്യൻ എംബസി ഇടപെട്ട് നാട്ടിലെത്തിച്ചിരുന്നു. വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കെണിയിൽപ്പെട്ട് റഷ്യയിലെ യുദ്ധമേഖലയായ ലിസ്റ്റുചെൻസിൽ കുടുങ്ങിയ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശിയായ ടിനു പനിയടിമയാണ് ഇന്ന് പുലർച്ചെ നാട്ടിൽ തിരികെ എത്തിയത്. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ടിനു ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ടിനുവിനൊപ്പമുണ്ടായിരുന്ന പ്രിൻസ് ഗെയിൽ, വിനീത്, ഡേവിഡ്സൺ തുടങ്ങിയവരെ ഇന്ത്യൻ എംബസി ഇടപെട്ട് നേരത്തെ മോചിപ്പിച്ചിരുന്നു. അപ്പോഴും ടിനുവിന്റെ മോചനം വൈകുന്ന സാഹചര്യമായിരുന്നു. കാരണം യുദ്ധവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധസേവനത്തിൽ നിന്ന് പെട്ടെന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയാത്ത തരത്തിലുള്ള അനിശ്ചിതത്വത്തിലേക്ക് അത് മാറിയത് ഏറെ വിവാദമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. വിദേശകാര്യ മന്ത്രാലയം പലതവണ വിഷയത്തിൽ റഷ്യൻ ഗവൺമെന്റുമായി സംസാരിക്കുകയും എംബസിയുമായി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും മാസങ്ങളായി ടിനുവിന്റെ മോചനം അത് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കുടുംബാംഗങ്ങളെ അടക്കം ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയെക്കുറിച്ച് ഡൽഹി ആസ്ഥാനമായി CBI ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തി വിശദമായ അന്വേഷണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് 2 പേർ കസ്റ്റഡിയിലെടുക്കുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തുമ്പ സ്വദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് പിന്നിലുള്ളത് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അതടക്കം മലയാളികളായ റഷ്യയിലുള്ള ഈ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പ്രതിനിധികളെ കുറിച്ചടക്കം വിശദമായ വിവരങ്ങൾ CBI ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ടിനു കൂടി നാട്ടിലെത്തിയതോടെ അഞ്ചുതെങ്ങിൽ നിന്ന് റഷ്യയിൽ യുദ്ധഭൂമിയിൽ അകപ്പെട്ട മുഴുവൻ മലയാളികളും തിരികെ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് നാടും അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളും. ഇടുക്കിയിൽ 4 വയസ്സുകാരി പനി ബാധിച്ചു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണ് എന്ന ആരോപണവുമായി കുടുംബം. കുഴിത്തോളു സ്വദേശികളായിട്ടുള്ള വിഷ്ണു അതുല്യ ദമ്പതികളുടെ ഇളയ മകൾ ആദികയുടെ മരണത്തിലാണ് ഇത്തരത്തിലൊരു പരാതി കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ചേറ്റുപുഴ സഹകരണ ആശുപത്രിയിൽ നിന്ന് അമിത ഡോസിൽ മരുന്ന് നൽകിയതും തുടർ ചികിത്സ നൽകാത്തതുമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇവരുടെ ആരോപണം. കഴിഞ്ഞ 14-നാണ് LKG വിദ്യാർത്ഥിയായ ആദിക കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 12-ാം തീയതി പനി ബാധിച്ച കുട്ടിയെ ചേറ്റുകുഴിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്നും നൽകിയ മരുന്നുകൾ കുട്ടിക്ക് നൽകിയെങ്കിലും 14-ന് പനി കൂടി. ഇതേ തുടർന്ന് കട്ടപ്പനയിലെ സഹകരണ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചു. ശിശുരോഗ വിദഗ്ധർ അവധിയിൽ ആയിരുന്നുവെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ കുട്ടിയെ പരിശോധിച്ചു. ഹൃദയമിടിപ്പ് കൂടുതൽ ആണെന്ന് മനസ്സിലാക്കുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. മുൻപ് കൂടുതൽ അളവിൽ മരുന്ന് നൽകിയതാണ് കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്ന് ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചു. ചേറ്റുകുഴിയിലെ സഹകരണ ആശുപത്രിയിലാണ് കുട്ടിയെ കാണിച്ചതെന്ന് വീട്ടുകാർ ഡോക്ടറോട് പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് കുട്ടിക്ക് മറ്റു കുഴപ്പമില്ല എന്നും വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറയുകയായിരുന്നുവെന്നും കുടുംബം പറയുന്നു. വീട്ടിൽ എത്തി ഏതാനും മണിക്കൂറിനുള്ളിൽ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകിയെങ്കിലും കുട്ടി മരണപ്പെട്ടു. നമ്മൾ ഇത് ചേറ്റൂരിലെ സഹകരണ ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ മരുന്ന് തന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവരന്നേരം തന്നെ പറഞ്ഞു അതങ്ങനെ സംഭവിക്കുന്നതല്ല, അങ്ങനെ മരുന്നിൽ പറഞ്ഞു. അപ്പോൾ ഈ ആ സഹകരണ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന മരുന്നിന്റെ ബില്ലും കാര്യങ്ങളും എൻ്റെ ഉണ്ടായിരുന്നു. ചേറ്റുകുഴിയിലെ ചികിത്സാ പിഴവ് പുറത്തറിയിക്കാതിരിക്കാൻ കട്ടപ്പന സഹകരണ ആശുപത്രിയിലെ ഡോക്ടറും കൂട്ടുനിന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തുടർ ചികിത്സ ലഭ്യമാക്കുകയോ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാതെ പറഞ്ഞുവിട്ടു. ഞങ്ങളുടെ കുഞ്ഞ് പോയത് ഒരു ഡോക്ടർ മരിക്കുന്ന ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിയുടെ മരണത്തിൽ ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ പോലീസിലും ഇടുക്കി ജില്ലാ കളക്ടർക്കും പരാതി നൽകി.
എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിനാൽ ശിശുരോഗ വിദഗ്ധർ ഉള്ള ആശുപത്രിയിലെത്തിച്ച് ഉടൻ ചികിത്സ നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായും സഹകരണ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കും. അടുത്ത മാസം 8-ാം തീയതിയാണ് മോദി റഷ്യയിലേക്ക് എത്തുക. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനായിട്ടാണ് മോദിയുടെ സന്ദർശനം. പ്രതിരോധം, മറ്റ് നയതന്ത്ര വിഷയങ്ങളിൽ ഉൾപ്പെടെ മോദിയുടെയും പുടിന്റെയും കൂടിക്കാഴ്ചകളുണ്ടാകും. സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകളിൽ GST വകുപ്പിന്റെ പരിശോധന. സെയിൽസ് റിട്ടേൺ കൃത്യമാണോ എന്നറിയുന്നതിന് വേണ്ടിയായിരുന്നു പരിശോധന. പോലീസ് സുരക്ഷയിലായിരുന്നു പരിശോധന. റെസ്റ്റോറന്റ് മേഖലയിൽ നടക്കുന്ന വ്യാപക നികുതി വെട്ടിപ്പ് തടയുന്നതിനാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ സംയുക്തമായിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. സജി ചെറിയാന് സ്പീക്കറുടെ വക കളിയാക്കൽ. മന്ത്രി പറയുന്ന പല കാര്യങ്ങളും കേട്ട് മടുത്തുവെന്ന് AN ഷംസീർ പറഞ്ഞു. ഡിമാൻഡ് ചർച്ചയ്ക്ക് ഇടയ്ക്കാണ് സ്പീക്കറുടെ ഈ കമന്റ്. സ്പീക്കർ പലതവണ പറഞ്ഞിട്ടും പ്രസംഗം തുടരുന്നതിനിടെയായിരുന്നു സ്പീക്കറുടെ വാക്കുകൾ. ഇനി അധികം പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവും. അങ്ങ് പറഞ്ഞ കുറേ പോയിന്റ് ഞാൻ കേട്ട് മടുത്താണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സെഷനിൽ തന്നെ ഞാൻ ബാക്കി പാലെല്ലാം കുറെ കേട്ടു. സാർ, ഇതിനകത്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത് KSRTC ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഗഡുവായി 1-ാം തീയതി തന്നെ നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിനായി പ്രത്യേക സംവിധാനം വരും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുകയാണെന്നും ബാങ്ക് വായ്പ എടുക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരികയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ്ണ ഗ്രാമിന് 6550, പവന് 52,400. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5475, പവന് 43,800. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോയ്ക്ക് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. റെഡി ടു ഡ്രിങ്ക് പാലട പായസം പുറത്തിറക്കി മിൽമ. ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷന്റെ ഏഷ്യ പസഫിക് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് ഉൽപ്പന്നം പുറത്തിറക്കിയത്. 12 മാസം വരെ കേടുകൂടാതെ ഇരിക്കുന്ന പാലട പായസമാണ് മിൽമ വിപണിയിൽ എത്തിച്ചത്. 400 ഗ്രാം പാക്കിലെത്തുന്ന പാലട പായസത്തിന് 150 രൂപയാണ് വില. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ കാരണങ്ങളാലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി ബലിയാടാക്കിയുള്ള നീക്കത്തെ പ്രതിപക്ഷം സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്രയധികം കോളിളക്കമുണ്ടാക്കിയ, ഇത്രയധികം കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിലെ രാഷ്ട്രീയ ബന്ധം, CPM-ന് വലിയ ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ഒരു കേസിലെ പ്രതികളെ ശിക്ഷയിളവ് നൽകാൻ, ഹൈക്കോടതി വിധി പോലും മറികടന്നുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ശിക്ഷയിളവ് നൽകാൻ ഒരു ഉദ്യോഗസ്ഥരും ധൈര്യം കാട്ടുമെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നതിൽ അവിടെയാണ് CPM-ന്റെ നീക്കമെന്ന് ഈ ആരോപണം പ്രതിപക്ഷം ശക്തമാക്കാൻ കാരണം. 2018 സർക്കാർ ഉത്തരവിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കൊടുക്കരുത് 14 വർഷമാകാതെ എന്ന് പറഞ്ഞിട്ട് അത് 2022 ഉത്തരവിൽ അതങ്ങ് മാറ്റി. നിയമസഭ പാസാക്കിയ പ്രിസൺ ആക്ടിൽ മൊത്തം ശിക്ഷാകാല ഇളവിന്റെ 1/3 താഴെ പരോളും ശിക്ഷാ ഇളവും കൂടി ആകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമസഭ പാസാക്കിയ ഒരു നിയമത്തെ ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ സർക്കാർ ഇല്ലാതാക്കി. അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല, ഗുരുതരമായ തെറ്റാണ്. അതിന് മറ്റ് നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ ഈ 2022 മുതൽ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ നോക്കുന്നത്. ആഭ്യന്തര വകുപ്പ് അറിഞ്ഞാണ് ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചതെന്നും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതെന്നും KK രമ ആരോപിച്ചു. അപ്പൊ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് 7:37 എനിക്കൊരു കോള് വരുന്നത്. ആ കോള് വന്നപ്പോ അദ്ദേഹം പോലീസുകാരൻ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ നിങ്ങളെ മൊഴി എടുക്കാനാണ് എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് മൊഴി എടുത്തല്ലോ?
അപ്പൊ അല്ല, അതിനകത്തൊരു പ്രതി കൂടിയുണ്ട്, മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ്. അപ്പൊ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ ശ്രദ്ധയിലില്ല. 3 പേരെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ട്രൗസർ മനോജ് കൂടി ഉണ്ട് എന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് 7ാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജ് ഉണ്ട്. അപ്പൊ അതിന്റെ മൊഴി എങ്ങനെയാണ്, അത് പുറത്ത് വിട്ടാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ ഈ ട്രൗസർ മനോജ് എന്ന് പറയുന്നത് ഈ TP കേസിലെ ഗൂഢാലോചന കേസിലെ ഒരു 3 പേര്, വിചാരണ കോടതി ആദ്യം ശിക്ഷിച്ച 3 പേരിൽ ഒരാളാണ് ഈ ട്രൗസർ മനോജ്. അതില് 11ാം പ്രതിയായ ട്രൗസർ മനോജ്, അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്തനോടൊപ്പം, ജ്യോതിബാബുവിനോടൊപ്പം, രാമചന്ദ്രനോടൊപ്പം പങ്കെടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം. ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ? ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല. 3/6 കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ വിവാദമായപ്പോൾ, ഇതിനകത്ത് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത്. സർക്കാർ നടപടിയിൽ തൃപ്തരാകാതിരുന്ന പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, TP കേസ് ഇന്നും സഭയെ പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷ നേതാവ് പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചതിന് മുൻപ് സർക്കാർ ഉത്തരവ് വരുന്നു. വല്ലാത്ത സമ്മർദ്ദത്തിലാണോ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്? ചൊവ്വാഴ്ച സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായാണ് പ്രതിപക്ഷം വിഷയം കൊണ്ടുവന്നത്. പക്ഷേ അന്ന് അതിനുള്ള അനുമതി സ്പീക്കർ നൽകിയില്ല. സർക്കാർ പറയേണ്ട കാര്യം, അതായത് ഇങ്ങനൊരു നീക്കം സർക്കാർ നടത്തിയിട്ടുള്ള സ്പീക്കർ തന്നെ പറഞ്ഞുകൊണ്ട് ആ നീക്കം തടയുകയായിരുന്നു. വലിയ പ്രതിഷേധമെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയും സഭ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷനായാണ് വിഷയം സഭയിൽ വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു മറുപടി പറയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ന് സഭയിൽ എത്തിയിരുന്നില്ല. പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷാണ് മറുപടി പറഞ്ഞത്. അതിനു മുമ്പ് തന്നെ, അതായത് ഈ സബ്മിഷൻ സഭയിൽ വരുന്നതിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി ഓഫീസിൽ വാർത്താക്കുറിപ്പ് ഇറക്കി ഈ TP വധക്കേസ് പ്രതികളെ അനർഹമായി പട്ടികയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ശിക്ഷാ ഇളവ് നൽകാനുള്ള തടവുകാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് മുഖ്യമന്ത്രി ഓഫീസ് ഇറക്കി. അതായത് സഭയിൽ വിഷയം വരുമ്പോൾ അതിന്റെ കാഠിന്യം, അതിന്റെ വിമർശനത്തിന്റെ ആഘാതം കുറയ്ക്കുക ലക്ഷ്യമിട്ട് സർക്കാർ നടത്തിയ നീക്കമാണത്. പക്ഷേ എങ്കിലും